കോളനീസ് ബിക്കം ഫ്രീ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കോളനികളൊക്കെ ഫ്രീ ആകുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, സോ പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഡോമിനൻസ് ഓഫ് ഇംപീരിയൽ പവേഴ്സ് വാസ് ക്വസ്റ്റ്യൻഡ്. European countries could not suppress the intensified nationalist movements in colonies. The USA and the USSR, which emerged as superpowers after the Second World War, supported freedom movements in various European colonies. Gradually, colonies started to secure freedom from the imperialist control. This process is called decolonization. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ നല്ല ശക്തിയായിട്ട് വളർന്നു വന്ന രണ്ട് രാഷ്ട്രങ്ങളായിരുന്നു USA-യും അതുപോലെ തന്നെ USSR-ഉം. നമ്മൾ പറഞ്ഞിരുന്നു സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രങ്ങളും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലത്തെ കോളനികൾ ഫ്രീ ആക്കാനായിട്ട് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തു. ഇതിന് പറയുന്നതാണ് ഡീകോളനൈസേഷൻ. ഡീകോളനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനൈസേഷൻ എന്ന് പറയുന്നത് കോളനികൾ ഉണ്ടാക്കുന്നതിനാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത് കോളനികൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെയാണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. കോളനികളെ ഫ്രീ ആക്കുന്നതിന് പറയുന്നതാണ്. പിന്നെ look at the pictures given below. These are the pictures of the leaders who fought for freedom for their countries. അപ്പോൾ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പൊരുതിയ ആളുകളുടെ മഹത് വ്യക്തികളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല പോലെയുള്ള മഹത് വ്യക്തികളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. അതിനുശേഷം പറയുന്നത് കോൾഡ് വാർ ആണ്, ശീതസമരം. അപ്പോൾ നമ്മൾ പറഞ്ഞു അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചു. ഫാറ്റ് മാൻ ലിറ്റിൽ ബോയ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ആറ്റം ബോംബ് വർഷിച്ചിട്ടുണ്ടായിരുന്നു. പേരൊന്നുകൂടി നോക്കിയേ. ഫാറ്റ് മാൻ ആണോ ഫാറ്റ് ബോയ് ആണോ? ഫാറ്റ് മാൻ അല്ലേ? ജസ്റ്റ് ഗോ ബാക്ക്. യെസ് ഫാറ്റ് മാൻ ആൻഡ് ലിറ്റിൽ ബോയ്. യെസ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ആറ്റം ബോംബ് വർഷിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ നമ്മുടെ അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും അല്ലെങ്കിൽ USSR-ഉം വലിയ ശക്തികളായിട്ട് വന്നു. That formed anti-fascist alliance during the Second World War parted from each other after the war. അങ്ങനെ ആ സമയത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരേപോലെ ചേർന്ന് നിന്നിട്ടാണ് പൊരുതിയത് മറ്റുള്ള രാഷ്ട്രങ്ങളായിട്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ആക്സിസ് പവേഴ്സിനായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും, ഈ രണ്ട് രാഷ്ട്രങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടാണ് യുദ്ധം ചെയ്തത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവരെന്ത് ചെയ്തു? ഇവർ വീണ്ടും സെപ്പറേറ്റായി. അമേരിക്കയും സോവിയറ്റ് യൂണിയനും അല്ലെങ്കിൽ USA-യും USSR-ഉം സെപ്പറേറ്റായി. ഓക്കെ, the USA floated a new alliance of capitalist countries while the USSR led socialist nations. അങ്ങനെ അമേരിക്ക എന്ത് ചെയ്തു? നല്ല സാമ്രാജ്യത്വ ശക്തികളുമായിട്ട്, നല്ല സാമ്രാജ്യത്വ രാജ്യങ്ങളുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കി. അതുപോലെ തന്നെ USSR എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് നേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ സമാജ്വാദി, അതായത് സമാജത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ നേഷൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ദീസ് ടു ബ്ലോക്സ്, അതായത് ഈ രണ്ട് ബ്ലോക്സും, ഈ രണ്ട് പറയുന്ന ടീമും, ഈ രണ്ട് ടീംസും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് എന്ന് അറിയപ്പെട്ടു. ദാറ്റ് റെപ്രസെൻറ്റഡ് കോൺട്രഡിക്ടറി ഐഡിയാസ് കണ്ടിന്യൂഡ് ദെയർ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർസ്. അങ്ങനെ ഇവർ രണ്ടും ചെറിയ തോതിൽ ഇവരുടെ ആശയങ്ങൾ വ്യത്യസ്തമാണ്. അതായത് USA-യുടെയും USSR-ൻ്റെയും ആശയങ്ങൾ വ്യത്യസ്തമാണ്. അതായത് USA വലിയ, നമ്മൾ പറയാറുണ്ട് USA എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ജനത പറയുന്ന ഒരു പേരുണ്ടല്ലോ, ബൂർഷ എന്നൊക്കെ പറയില്ലേ. അതായത് ഇവർ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. പക്ഷേ USSR കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരുന്നത് ജനങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ഇവരുടേത്. അപ്പോൾ രണ്ടുപേരുടെയും നയങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള യുദ്ധങ്ങളൊക്കെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഡിപ്ലോമാറ്റിക് വാർസ് ആൻഡ് പൊളിറ്റിക്കൽ വാർസ്. അത് വെച്ചാൽ അങ്ങനെ ബോംബിട്ടിട്ടുള്ള യുദ്ധമൊന്നുമല്ല, ഇവർ തമ്മിൽ ആശയപരമായിട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. This enmity based on ideological conflict and diplomatic confrontation was called the Cold War. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ശീതസമരം അല്ലെങ്കിൽ ശീതയുദ്ധം. അപ്പോൾ ശീതയുദ്ധം എന്ന് പറയുന്നതാണ് ഇവർ തമ്മിൽ ആശയപരമായിട്ടുള്ള ചെറിയ എന്തുണ്ടായിരുന്നു, വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ആശയങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇതിനെ പറയുന്നതാണ് കോൾഡ് വാർ. അങ്ങനെ രണ്ട് വലിയ പാർട്ടികൾ, രണ്ട് ടീംസ് നിലവിൽ വന്നു. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ടു ബൈപോളാർ ബ്ലോക്സ്. ബൈപോളാർ എന്ന് പറയുന്ന രണ്ട് ശക്തികൾ നമ്മൾ പറഞ്ഞു, സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു ഇതും പിന്നെ ഈ സോഷ്യലിസ്റ്റിൻ്റെ രണ്ട് ശക്തികൾ പറഞ്ഞിരുന്നു.
ചില രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബ്ലോക്കിലും ചേർന്നില്ല. നോക്കാം. These are the pictures of the leaders who introduced the concept of non-alignment in lieu of the capitalist bloc and the socialist bloc. ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലും സോഷ്യലിസ്റ്റ് ബ്ലോക്കിലും ചേരാതെ ചില രാഷ്ട്രങ്ങൾ നിലനിന്ന് പോന്നു. ഇതിനെ പറയുന്നതാണ് നോൺ അലൈൻമെൻറ്റ്. അതായത് ഇതിന് പറയുന്നത് ചേരിചേരാ പ്രസ്ഥാനം എന്നുള്ളതാണ്. രണ്ട് ചേരിയിലും ചേർന്നില്ല. അതായത് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലും ചേർന്നില്ല, അമേരിക്കയുടെ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലും ചേർന്നില്ല, USSRന്റെ സോഷ്യലിസ്റ്റ് ബ്ലോക്കിലും ചേർന്നില്ല. കാരണം ഇവർ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ബ്ലോക്കിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലോക്കുകൾ വലുതായിട്ട് ഇവ തമ്മിലുള്ള ശത്രുത ഉണ്ടാവുകയും വീണ്ടും പല വിധത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ രണ്ട് ചേരിയിലും ചേർന്നില്ല. ഇതിന് പറയുന്നതാണ് ചേരിചേരാ പ്രസ്ഥാനം. ഓക്കെ, ഇനി അതിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ ഈജിപ്റ്റ്, യുഗോസ്ലാവ്യ, ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ മറ്റു ചില ലീഡേഴ്സും ഉണ്ടായിരുന്നു. Following the Second World War, many Asian, African and Latin American countries became independent. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപാട് ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇൻഡിപെൻഡൻ്റായി, സ്വതന്ത്രരായി. They realized that the Cold War was yet another phase of imperialism and that it would threaten world peace. അപ്പോൾ അവർ മനസ്സിലാക്കി ഈ പറയുന്ന USA-യുടെയും USSRന്റെയും കൂടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു യുദ്ധത്തിന് ഇത് വഴി തെളിക്കും എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ദ ലിബറേറ്റഡ് നേഷൻസ് ഡിസൈഡഡ് നോട്ട് ടു ജോയിൻ എനി ഓഫ് ദ ബ്ലോക്സ് ആൻഡ് ഫോംഡ് ദ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യങ്ങൾ രണ്ട് ചേരിയിലും ചേരണ്ട എന്ന് തീരുമാനിച്ചു. ഇതിന് പറയുന്നതാണ് ചേരിചേരാ പ്രസ്ഥാനം. They understood that the rise of superpowers for weapons and a stronger military force would pose harm to them. They realized that only a world sans wars and conflicts accelerates economic and social development. അതായത് യുദ്ധമില്ലാത്ത ഒരു ജനത അല്ലെങ്കിൽ യുദ്ധമില്ലാത്തൊരു സാഹചര്യത്തിൽ മാത്രമേ നല്ല രീതിയിലുള്ള സാമൂഹികപരമായിട്ടുള്ളതും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചേരിചേരാ പ്രസ്ഥാനത്തിൽ നിലകൊണ്ടു. The ideas of non-aligned movement was mooted at a meeting held Banteng in Indonesia in 1955. 1955 ബാൻടങ് എന്ന് പറയുന്ന ഇന്തോനേഷ്യയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, അതായത് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. The first conference of the non-aligned countries was held in Belgrade in 1961. Non-alignment doesn't mean to keep aloof from world affairs. Rather, it is to face many issues we confront. Jawaharlal Nehru said, indicating the objectives of the movement. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേരിചേരാ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രശ്നത്തിലും ഇടപെടാതിരിക്കുക അല്ലെങ്കിൽ ലോക കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു. അടുത്ത് പറയുന്നത് വെസ്റ്റ് ഏഷ്യ. അവിടെ എന്താണ് സംഭവിച്ചത് നോക്കാം. ടുഡേ ഐ കെയിം ബിയറിംഗ് an olive branch in one hand and the freedom fighters gun in the other. Don't let the olive leaves fall from my hand. അപ്പോൾ യാസർ അറാഫത്ത് UN അസംബ്ലിയിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് ആയിരുന്നു അത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലയുമായിട്ടാണ്. ഒലിവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ സിമ്പിളായിട്ടാണ് ഒലിവിൻ്റെ ഇല കണക്കാക്കുന്നത്. ഒരു കയ്യിൽ ഒലിവിൻ്റെ ഇലയും മറ്റൊരു കയ്യിൽ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഗണ്ണുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഒലിവില താഴെ വീഴാതെ നോക്കണം എന്നാണ് പറയുന്നത്. അതായത് ഞാൻ സമാധാനവും അല്ലെങ്കിൽ യുദ്ധത്തിനും രണ്ടിനും റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്നെ നിർബന്ധിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിൻ്റെ സാഹചര്യം എന്ന് നോക്കാം. Okay, this is an extract from the speech delivered by the chairman of the Palestine Liberation Organization, Yasser Arafat, in the UN Assembly in 1974. 1974 UN അസംബ്ലിയിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ PLOൻ്റെ ചെയർമാനായിട്ടുള്ള യാസർ അറാഫത്ത് പറഞ്ഞ വാക്കുകളാണിത്. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. Until the First World War, the territory including Palestine was part of the Turkish Empire. As Turkey was defeated in the war, Britain took over the region. Since the Jews helped Britain in the war, and then British Foreign Secretary Arthur Balfour declared the establishment of a Jewish nation
in West Asia. As a reward, it is known as the Balfour Declaration. അതായത് ഇതിൽ പറയുന്ന അൻറ്റിൽ ദ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം വരെ പാലസ്തീൻ അടക്കമുള്ള ടെറിറ്ററികൾ തുർക്കിയുടെ ഒരു ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ടർക്കിഷ് എംപയറിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിനുശേഷം യുദ്ധത്തിൽ തുർക്കി തോൽപ്പിക്കപ്പെട്ടു. ബ്രിട്ടൻ ടു കവർ ദ റീജിയൻ. അതിനുശേഷം ബ്രിട്ടൻ ആ രാജ്യം എടുത്തു. അതായത് ബ്രിട്ടനാണ് ഈ പറയുന്ന തുർക്കിനെ തോൽപ്പിച്ചത്. ജ്യൂസ് എന്ത് ചെയ്തു? ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JEWS ജൂതന്മാരെന്നുള്ളതാണ്. ജ്യൂസ് എന്ത് ചെയ്തു? ബ്രിട്ടനെ വാറിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർത്തർ ബാൽഫോർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ആ ഒരു നേഷൻ വിട്ടുകൊടുത്തു. ഇതിന് പറയുന്നതാണ് ബാൽഫോർ ഡിക്ലറേഷൻ എന്നുള്ളത്. അതിനുശേഷം പറയുന്നത് സിയോണിസം is an international movement with an objective of the establishment of a homeland for the Jews. അപ്പോൾ സിയോണിസം എന്ന് പറയുന്നത് ജൂതന്മാർക്ക് ഒരു ഹോംലാൻഡ് വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് വന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു സിയോണിസം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദ അസൾട്ട് ആൻഡ് ക്രൂവാലിറ്റി ഓഫ് ഹിറ്റ്ലർ ടുവേഴ്സ് ദ ജ്യൂസ്. ജൂതന്മാർക്കെതിരായിട്ട് ഹിറ്റ്ലർ ചെയ്തിരുന്ന പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ വളരെയധികം ജൂതന്മാരെ വളരെയധികം അത് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. This intensified the demand for a separate Jewish state. In 1948, the nation Israel was formed. അങ്ങനെ 1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടായി. Consequently, many wars broke out between Israel and the Arab nations. അതിനുശേഷം ഇസ്രായേലും അതുപോലെ തന്നെ മറ്റുള്ള അറബ് നേഷൻസും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. ഇസ്രായേൽ സീസ്ഡ് പാലസ്തീൻ. അതിനുശേഷം ഇസ്രായേൽ എന്ത് ചെയ്തു? പാലസ്തീൻ പിടിച്ചടക്കി. എക്സ്പെല്ലിംഗ് ദ പാലസ്തീനീസ് ഫ്രം ദെയർ ഹോംലാൻഡ്. അങ്ങനെ പാലസ്തീനികളെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. ദ പാലസ്തീനിയൻ റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വാരിയസ് അറബ് നേഷൻസ്. ഓക്കെ, അങ്ങനെ അറബ് നേഷൻസിൽ പാലസ്തീനിലുള്ള ആളുകളെ ഓടിപ്പിച്ചു അവരെന്ത് ചെയ്തു? മറ്റുള്ള അറേബ്യൻ കൺട്രീസിലേക്ക് പോയി. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ നേഷൻ ഫോർ ദി പാലസ്തീനിയൻസ്, എ മൂവ്മെന്റ് കോൾഡ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് PLO എന്ന് പറയുന്ന ഒരു സംഭവം ഫോം ചെയ്തു. ഇത് യാസർ അറാഫത്ത് ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ പറയുന്ന പാലസ്തീനിയൻസിന് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രം വേണം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ യാസർ അറാഫത്ത് പ്രസിഡന്റായിട്ട് PLO നിലവിൽ വന്നത്. ആഫ്റ്റർ എ സീരീസ് ഓഫ് ബ്ലഡ് ഷെഡ്സ് ആൻഡ് മസാക്കർ, ഒരുപാട് കൂട്ടക്കൊലയും അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലിനും ശേഷം ഇസ്രായേൽ അഗ്രീഡ് ഇൻ പ്രിൻസിപ്പൽ ടു റെക്കഗ്നൈസ് പാലസ്തീൻ ആസ് എ ഫ്രീ നേഷൻ. അങ്ങനെ എന്ത് ചെയ്തു? ഇസ്രായേൽ പാലസ്തീനെ ഫ്രീ ആക്കി. ദിസ് അഗ്രിമെന്റ് മീഡിയേറ്റഡ് ബൈ ദി US ഈസ് കോൾഡ് ദി ഓസ്ലോ പാക്ട്. അപ്പോൾ ഇതിനെ മീഡിയേറ്റ് ചെയ്തത്, ഇതിൻ്റെ മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്തത് USA ആയിരുന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിരുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഓസ്ലോ പാക്ട്. ബട്ട് ദ പ്രൊവിഷൻസ് ഇൻ ദ പാക്ട് ആർ യെറ്റ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. ഇപ്പോഴും പക്ഷേ ആ ഒരു ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും, ആ കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദി സോവിയറ്റ് യൂണിയനും അമേരിക്കയായിരുന്നു വൻ ശക്തികളായിട്ട് നിലനിന്നിരുന്ന ആ സമയത്ത്. ദ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദി സോവിയറ്റ് യൂണിയൻ ഈസ് വൺ ഓഫ് ദി സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് ദി 20th century. 20ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷൻ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. എന്തൊക്കെയാണ് അതിന് കാരണം എന്നുള്ളത് നോക്കാം. ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖെയിൽ ഗോർബാച്ചോവ്, അതായത് ഈ പറയുന്ന മിഖെയിൽ ഗോർബാച്ചോവ്, അവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യലിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഇവർ നിലകൊണ്ടു പോകുന്നിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇവർ വ്യതിചലിച്ചു കുറേ കഴിഞ്ഞപ്പോൾ. കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കറപ്ഷൻ, അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാതെയുള്ള കുറേ പ്രശ്നങ്ങൾ. ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ, സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ ഒരു വിധത്തിലുള്ള ഇംപ്രൂവ്മെൻറ്റ് ഇവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. വിത്ത് ദ റെസിഗ്നേഷൻ ഓഫ് ഗോർബച്ചോവ് ആസ് പ്രസിഡന്റ് ഇൻ 1991, അപ്പോൾ ഗോർബച്ചോവ് എന്ത് ചെയ്തു? 1991 റിസൈൻ ചെയ്തു സോവിയറ്റ് യൂണിയനിൽ നിന്ന്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഫോർമലി സീസ്ഡ് ടു എക്സിസ്റ്റ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകരാനായിട്ട് തുടങ്ങി. നാച്ചുറലി ദിസ് എൻഡഡ് കോൾഡ് വാർ. അങ്ങനെ എന്തുണ്ടായി? സോവിയറ്റ് യൂണിയൻ
പോയപ്പോൾ കോൾഡ് വാർ നിന്നു. അതായത് കോൾഡ് വാർ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലായിരുന്നു. അപ്പോൾ നമ്മുടെ സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് പിന്നെ കോൾഡ് വാറും അവസാനിച്ചു. ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ഹാഡ് എ വൈഡ് ഇമ്പാക്ട് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ്. എ യൂണിപോളാർ വേൾഡ് ഹാസ് എമേർജ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ USA ഇൻ ദ പ്ലേസ് ഓഫ് ബൈപോളാർ വൺ. അപ്പോൾ രണ്ട് ശക്തികളായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. അതിൽ സോവിയറ്റ് യൂണിയൻ പോയി. ഇനി ആകെയുള്ള ശക്തി അമേരിക്ക മാത്രമാണ്. അപ്പോൾ അമേരിക്ക ഏറ്റവും വലിയ ശക്തിയായിട്ട് വളർന്നു വന്നു. യൂണിപോളാർ വേൾഡ്, അമേരിക്കൻ ഡോമിനൻസ്. ഇനി അമേരിക്കയുടെ ആധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അമേരിക്ക എമേർജ്ഡ് ആസ് എ ഗ്ലോബൽ പവർ ആൻഡ് സെൻറ്റർ ഓഫ് വേൾഡ് പൊളിറ്റിക്സ് ഫോളോവിംഗ് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ദിസ് ഇസ് കോൾഡ് യൂണിപോളാർ വേൾഡ് ഓർഡർ. അപ്പോൾ ഇതിന് പറയുന്നതാണ് യൂണിപോളാർ വേൾഡ് ഓർഡർ എന്നുള്ളത്. അപ്പോൾ എന്താണ്, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക വൻ ശക്തിയായിട്ട് വളർന്നു വന്നു. അത്രയേ ഉള്ളൂ. Several strategies were adopted by America to establish its dominance over the world. Let's see what they are. അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് അമേരിക്ക കൊണ്ടുവന്നു. അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. യൂട്ടിലൈസിംഗ് ഇന്റർനാഷണൽ ഏജൻസീസ്, അമേരിക്ക പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദ വേൾഡ്. അങ്ങനെ ഇന്റർനാഷണൽ ഏജൻസീസിനെ ഉപയോഗിച്ചിട്ട് അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സൈനികപരമായിട്ടുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസസ്, അതുപോലെ തന്നെ മിലിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പട്ടാളം അല്ലെങ്കിൽ സൈനിക ശക്തി കുറച്ചും കൂടിയും ഒന്ന് ശക്തിപ്പെടുത്തി. അതായത് മറ്റുള്ള രാജ്യങ്ങളായിട്ട് കൂടിച്ചേർന്നിട്ട് മിലിറ്ററി അലയൻസസ് ഉണ്ടാക്കി. മീഡിയ വെർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അമേരിക്കയുടെ സ്വതന്ത്ര താല്പര്യങ്ങൾ പരിപോഷിപ്പിക്കാനായിട്ട് മീഡിയാസിനെ പ്രൊമോട്ട് ചെയ്തു. ഇറ്റ് വാസ് അമേരിക്കാസ് ഇംപീരിയൽസ് പോളിസി ദാറ്റ് പേവ്ഡ് ദ വേ ഫോർ ദി ഗൾഫ് വാർ. അതിനുശേഷം ഗൾഫ് വാർ എന്ന് പറയുന്ന ഒരു വാർ ഉണ്ടായി. അതും അമേരിക്കയുടെ സാമ്രാജ്യത്വ നിലപാടിൽ മൂലം വളർന്നു വന്നതാണ്. അതാണ് അതിന് വഴിയൊരുക്കിയത്, ഗൾഫ് വാറിന് വഴിയൊരുക്കിയത്. അമേരിക്ക യൂട്ടിലൈസ്ഡ് ദെയർ മിലിറ്ററി ഫെസിലിറ്റീസ് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ദീസ് വാർസ്. അപ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്ക എന്ത് ചെയ്തു, മിലിറ്ററി ഫെസിലിറ്റീസും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഒക്കെ ഇതിൽ ഉപയോഗപ്പെടുത്തി. However, movements have taken roots in different parts of the world to protest against the supremacy of America. അങ്ങനെ അമേരിക്ക വളരെ ശക്തിയായിട്ട് വന്ന സമയത്ത് മറ്റുള്ള രാഷ്ട്രങ്ങൾ ചെറുതായിട്ട് എതിർക്കാനായിട്ട് തുടങ്ങി അമേരിക്കയെ. നെക്സ്റ്റ്, നിയോ ഇംപീരിയലിസം. നിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് എന്നുള്ളതാണ് അർത്ഥം ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംപീരിയലിസം എന്ന് പറയുന്നത് സാമ്രാജ്യത്വമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നിയോ എന്ന് പറഞ്ഞാൽ പുതിയത് എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടന്റ് നോക്കാം. ഇൻ ദ പോസ്റ്റ് വാർ പീരിയഡ് എ ന്യൂ കൈൻഡ് ഓഫ് ഇംപീരിയലിസം എമേർജ്ഡ്. മൾട്ടിനാഷണൽ കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ഇൻ എ കൺട്രി ആൻഡ് ഫങ്ഷനിങ് ഇൻ മെനി കൺട്രീസ് ബിഗൻ ടു ഇന്റർഫിയർ ഇൻ ദി എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സ് ഓഫ് ദി ലേറ്റർ ഫോർ serving the interest of the capitalist countries. It is known as the neo-imperialism. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പുതിയ ഒരു സാമ്രാജ്യത്വ രീതി നിലനിന്നു വന്നു. ഇതിനെ പറയുന്നതാണ് നിയോ ഇംപീരിയലിസം എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും മറ്റ് പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലെ സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള സെക്ടേഴ്സിലൊക്കെ ഇടപെടാനായിട്ട് തുടങ്ങി. ഇതിന് പറയുന്നതാണ് നിയോ ഇംപീരിയലിസം എന്നുള്ളത്. The multinational companies competed with one another to control the resources and assets of the third world countries. They promoted consumerism in third world countries to sell their products. Developing nations were considered as the market for the multinational companies. In fact, the products of developed nations started reaching even the villages of the developing nations. Due to the pressure from multinational products and marketing strategies, the economy of many countries started to collapse. അതായത് ഇത്രയേ ഉള്ളൂ. അവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ പല പല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇറക്കുമതി ചെയ്യാനായിട്ടും അവിടുത്തെ കമ്പോളം ഇവരുടെ കുത്തകയാക്കാനായിട്ട് ശ്രമിച്ചു. അത് അവരുടെ ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചു. അടുത്ത പറയാം ന്യൂ എക്കണോമിക് പോളിസിയാണ്.
അതിൽ പറയുന്നത് ലിബറൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, 3 കാര്യങ്ങളായിരുന്നു അതിൽ. ലിബറൈസേഷൻ എന്ന് പറയുന്നത് അഡോപ്ഷൻ ഓഫ് ലിബർ റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ സിസ്റ്റം ടു ഫെസിലിറ്റേറ്റ് ദ ഇമ്പോർട്ട് ഓഫ് മൾട്ടിനാഷണൽ പ്രൊഡക്ട്സ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ സാധാരണ മാർക്കറ്റിൽ പോലും ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സ് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവത്തിനെയാണ് ലിബറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവമായിരുന്നു ലിബറൈസേഷൻ എന്ന് പറയുന്നത്. Privatization of public sector undertaking in an attempt to promote private sector. പ്രൈവറ്റ് സെക്ടറിനെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് പബ്ലിക് സെക്ടറിലുള്ള കാര്യങ്ങളിലേക്ക് പ്രൈവറ്റ് ആക്കുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങൾ, അത് പ്രൈവറ്റ് ആക്കുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഒരു പ്രദേശത്തെ, ഒരു രാജ്യത്തെ സേവനങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും മറ്റു പല രാജ്യങ്ങളിലും എത്തിക്കുന്നതിനാണ് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമൂലം ഒരു രാജ്യത്തുള്ള, ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ചില വസ്തുക്കൾ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലങ്ങളിലത്തെ സംഭവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനായിട്ടാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സച്ച് ആസ് ദ വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി Fund, World Trade Organization, etc. are devising and executing various policies in favor of globalization. ഇപ്പോൾ ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് കമ്പനീസ്, വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള സംഘടനകളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ ഓപ്പൺഡ് അപ്പ് മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ലോകം മൊത്തം ഗ്ലോബലൈസേഷൻ വളരെയധികം പ്രചാരം നേടിയ ഒരു സംഭവമാണ്. അതുമൂലം ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. The transfer of goods, products and services beyond the boundaries and the dissemination information technology shaped the concept of global village. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരുപാട് നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ മറ്റുള്ള എല്ലാവർക്കും എത്താനായിട്ട് തുടങ്ങി. However, globalization posed some challenges to the ഡെവലപ്പിംഗ് കൺട്രീസ്. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരുപാട് ചാലഞ്ചസും ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ സാധാരണ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടായിട്ടുള്ള, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ദ ഇൻ്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചാലഞ്ചഡ് ദ കോൺസെപ്റ്റ് ഓഫ് നാഷൻ സ്റ്റേറ്റ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലത്തെ സാധനങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എപ്പോഴും ബ്രാൻഡഡ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് എല്ലാവരിലും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും അധികം വിൽക്കാൻ പറ്റാതായി. ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനസ് കൾച്ചർ. അപ്പോൾ ചില സംസ്കാരങ്ങളൊക്കെ നശിച്ചുപോയി. പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് പ്ലഞ്ച്ഡ്. അതുപോലെ തന്നെ ഈ പറയുന്ന കാർഷികപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വില വളരെയധികം കുറഞ്ഞു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വെർ ഡിസ്ട്രോയ്ഡ്. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നശിച്ചുപോയി. ഗവൺമെൻറ് വിഡ്രൂ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടേഴ്സ്. സോഷ്യൽ സർവീസ് സെക്ടറിൽ നിന്ന് ഗവൺമെൻറ് കുറേയൊക്കെ വിഡ്രോ ചെയ്തു. കാരണം ഒരുപാട് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന്, ഗ്ലോബലൈസേഷൻ മുഖേന ഒരുപാട് പ്രൈവറ്റ് സെക്ടറിലുള്ള സാധനങ്ങളും സേവനങ്ങളൊക്കെ വിപണിയിൽ വന്നു തുടങ്ങി. നാച്ചുറൽ റിസോഴ്സസ് വെർ ലൂട്ടഡ്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളൊക്കെ ഒരുപാട് കൊള്ളയടിക്കപ്പെട്ടു. അതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ പ്രശ്നങ്ങളാണ്. നല്ല സൈഡും ഉണ്ട് ഗ്ലോബലൈസേഷന് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വി ഹാവ് ഡിസ്കസ്ഡ് ഹൗ വേരിയസ് ഇൻസിഡൻസ് ആൻഡ് ഇവൻറ്റ്സ് ഡ്യൂറിംഗ് ദ 20th century in different parts of the world influenced the history of the world. അപ്പോൾ 20ാം നൂറ്റാണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് ഇംപീരിയലിസം, ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇംപീരിയലിസം ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇംപീരിയലിസം ഹാഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദ 20th century. അപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം, അതിൻ്റെ ഒരു മുഖം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇംപീരിയലിസത്തിലേക്ക് വഴിതെളിച്ച ഘടകങ്ങൾ, അതുപോലെ തന്നെ ഇംപീരിയലിസം ഫേസ് ചെയ്ത ചാലഞ്ചസ്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും 20ാം നൂറ്റാണ്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേൾഡ് ഇൻ ദ 20th century എന്ന് പറയുന്ന ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞു. ഇത് വളരെ സ്പീഡായിട്ടാണ് ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ എടുത്തു പോകുന്നത്. കാരണം വളരെയധികം, അല്ലെങ്കിൽ ടൈം വളരെയധികം കൂടും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ്
ചെയ്യുന്നുണ്ട്. അതായത് പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.